അപ്പോൾ പ്രതലത്തിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വേറെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എന്ത് ചെയ്യുക, ഒരു വാൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിന് മുകളിൽ പോകേണ്ട ആവശ്യമില്ല. വാൾ സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ വരിക. ഇവിടെ ഉണ്ടാവും എഡിറ്റ് ചെയ്യണ്ടോ, എഡിറ്റ് നമ്മൾ സാധാരണ സൈസൊക്കെ മാറ്റേണ്ടതുണ്ട്. എഡിറ്റ് വരിക, അതിലുണ്ടാവും സ്ട്രക്ചർ ഉണ്ടോ. ഞാൻ ഈ ബൈ കാറ്റഗറി കാണുന്ന സ്ഥലത്തൊക്കെ എന്താ നമ്മൾ പറഞ്ഞു, എല്ലായിടത്തും കാണും. ബൈ കാറ്റ് കാണുന്നത് അവിടെ മെറ്റീരിയൽ കൊടുക്കാൻ മനസ്സിലാക്കിയാൽ മതി. ആ ബൈ കാറ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് ക്ലിക്ക് ചെയ്താൽ പഴയ ബോക്സിന് വന്നു. ഇവിടെ സാധനം ചെയ്യുന്ന പോലെ ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക, പേര് കൊടുക്കണേ കൊടുക്കുക. അപ്പോൾ ഉദാഹരണം വാള് 1 2 3. ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇന്ന വാളൊന്നും ഇല്ല, വാളായതുകൊണ്ട് വാൾ കൊടുക്കുന്നതല്ല, ഒരു പേര് മനസ്സിലാവുന്ന ഒരു പേര് കൊടുക്കുക. ഗ്രാഫിക്സ് ടിക്ക് ചെയ്തു, അപ്പിയറൻസ് വരിക, ഇവിടെ റീപ്ലേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവിടെ എന്താ വേണം, ഇപ്പോൾ ഉദാഹരണം നമ്മൾ കളർ കൊടുക്കണം, പെയിൻറ്റ് ഇട്ട് കൊടുക്കുക. പെയിൻറ്റും സെർച്ച് ചെയ്യുക. ആ പെയിൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പിങ്ക് അപ്ലൈ ചെയ്യുക. പിങ്ക് എന്നൊരു ക്ലാരിറ്റി ഉള്ളത്, അതായത് കളർ മാറ്റുക. പിങ്ക് എന്ന ഫോൾഡറിനെ വെച്ച് ക്ലാരിറ്റി ഉള്ളത്. ഇനി കളർ മാറ്റം, ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഉദാഹരണത്തിന് വൈറ്റ് കളർ കൊടുക്കണമെങ്കിൽ വൈറ്റ് കളർ ഇട്ട് കൊടുക്കുക. നേരെ ഓക്കെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഓക്കെ ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ വാളും കംപ്ലീറ്റ് മാറും. അതല്ല, എല്ലാ വാളും മാറും. അതല്ല, സെപ്പറേറ്റ് മാറങ്ങൾ എന്ത് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ചെയ്യണം. ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യുക, ഈ വാള് മാറ്റണം വിചാരിക്കുക. ഈ വാള് സെലക്ട് ചെയ്ത് മാറ്റണമെങ്കിൽ ആ വാള് സെലക്ട് ചെയ്തു, എഡിറ്റ് ടൈപ്പിൽ വന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് എന്തിനു ശേഷം എന്ത് ചെയ്യുക, നമുക്ക് എഡിറ്റ് വന്നിട്ട് മാറ്റി കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും പുതിയ ഉണ്ടാക്കണം, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്ത് ചെയ്യുക, വേറെ പേര് കൊടുക്കണമെങ്കിൽ കൊടുത്തു. അപ്പിയറൻസ് വന്നു. ഇവിടെ നമ്മൾ പെയിൻ്റ് ആണെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യണം. എന്നാൽ തന്നെ എടുക്കണം കേട്ടോ. രണ്ടാമത്തെ ആയിക്ക് തന്നെ എടുക്കണം. എല്ലാവരും പെയിൻ്റ് ആയതുകൊണ്ട് ഓൾറെഡി കളർ മാറ്റിയിട്ട് കാര്യമില്ല. നേരെ ക്ലിക്ക് ചെയ്തു. നമുക്ക് എന്താ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണം വേറെ മനസ്സിലാൻ വേണ്ടി ഒരു കളർ അപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളർ അപ്ലൈ ചെയ്തു, ഓക്കെ ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. വേണ്ട, അപ്പോൾ അത് സെപ്പറേറ്റ് മാറി. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് മാറ്റാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലതും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇതിലില്ലാത്ത വേറെ മെറ്റീരിയൽസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. ഉദാഹരണത്തിന് മാനേജിൽ മെറ്റീരിയൽസ് വന്നു. നമ്മളിപ്പോൾ റൂഫിനുണ്ടല്ലോ, ഇത് വേറെ റൂഫ് മെറ്റീരിയൽ കിട്ടണമെങ്കിൽ റൂഫിൻ്റെ സെറ്റിങ്സ് വന്നു, അപ്പിയറൻസ് വന്നു. എന്നിട്ട് ഈ ഇമേജിന് തൊട്ടടിയിൻ്റെ ഒരു ഇതുണ്ട്, തെർമലിന് ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫയൽ ഉണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പ് നമ്മൾ ഗൂഗിളിലൊക്കെ ഡൗൺലോഡ് ഫിഗർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് നേരെ ഓപ്പൺ ചെയ്താൽ നമ്മളെ ഫയലിലേക്ക് വരും ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ മെറ്റീരിയൽസിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ഇൻ്റർലോക്ക് അപ്ലൈ ചെയ്യാണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എല്ലാ മെറ്റീരിയൽസും ഈ മെത്തേഡ് തന്നെ. അപ്പോൾ പ്രതലത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ മാനേജിൽ മെറ്റീരിയൽസിൽ പോവുക. അതല്ലാതെ ഒന്നിച്ച് കൊടുക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഈ പിന്നെ സൈറ്റ് ആണെങ്കിൽ സൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ സൈറ്റ് ഇവിടെ കാണും കേട്ടോ, മെറ്റീരിയൽസ് ബൈ കാറ്റഗറി ഉണ്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, പുതിയ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, സൈറ്റ് ആണെങ്കിൽ സൈറ്റിന് ഇട്ട് ടൈപ്പ് ചെയ്തു, അപ്പിയറൻസ് എടുത്തു, നേരെ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, സൈറ്റ് വർക്ക് എന്ത് ഇട്ട് കൊടുക്കുക. സൈറ്റ് വർക്ക് ഇട്ട് കൊടുത്തു. സൈറ്റ് വർക്ക് അപ്പോൾ സൈറ്റ് വർക്ക് ഇട്ട് കൊടുത്തു. ഏതെങ്കിലും സൈറ്റാണ് ഇട്ട് കൊടുക്കുക. ഓക്കെ ഇട്ട് കൊടുത്തു. നേരെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടാവില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അങ്ങനെ ഏത് വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, മെറ്റീരിയൽസ് മാറ്റുകയും ചെയ്യാം. പിന്നെ ചെയ്യേണ്ടതാണ്, നമ്മൾ കേസ് വർക്ക് കൊണ്ട് ചെയ്ത സംഗതികളൊക്കെ ഉണ്ടല്ലോ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ. അതും ഒരിക്കലും മെറ്റീരിയൽസ് കാണാം. ഇവിടെ നമുക്ക് മെറ്റീരിയൽസ് കാണാനില്ല. എയ്റ്റ് ടൈപ്പിലാണ് നോക്കുക, അവിടെയും കാണാനില്ല. ഇല്ല, പെയിൻറ്റ് വെച്ച് ചെയ്താലും കഴിയില്ല. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ സെറ്റിങ്സിനുള്ളിൽ കയറണം. അതായത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ഇൻ പ്ലേസ്, അതായത് കേസ് വർക്കിനുള്ളിൽ കയറണം. ഇപ്പോൾ കേസ് വർക്കിനുള്ളിലായി. ഇനി വീണ്ടും സെലക്ട് ചെയ്താൽ നമുക്കിവിടെ ബൈ കാറ്റഗറി ഉണ്ടാവും, മെറ്റീരിയൽ ബൈ കാറ്റഗറി എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യുക, അവിടെ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരെ ഫിനിഷ് കൊടുത്താൽ മാത്രമേ ഫിനിഷ് ആവുള്ളൂ. അപ്പോൾ കേസ് വർക്കിന് മാത്രം എന്ത് ചെയ്യണം, കേസ് വർക്കിൻ്റെ സെറ്റിങ്സ് ഉള്ളിൽ കയറണം. ബാക്കിയുള്ളതിനൊക്കെ ഇതിലൊക്കെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ.